പ്രണയാംശം രചന ശ്രീയക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അതിനാൽ തന്നെ എനിക്ക് നിന്റെ രൂപം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തിന് അന്നങ്ങനെ നമുക്കിടയിൽ ഒരു സംഭവം നടന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു ഞാൻ ബിസിനസ് കാര്യത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോയി. അവിടെ പോയ എല്ലാ രാത്രികളും ഞാനൊരു സ്വപ്നം കണ്ട് ഞെട്ടിയുണരാൻ തുടങ്ങി. എത്രയൊക്കെ മറ്റു കാര്യങ്ങൾ ഓർത്ത് കിടന്നാലും അവസാനം ഞാൻ എണീക്കുന്ന ആ സ്വപ്നം കണ്ടുണ്ടാവും. അതും ആകെ കൂടി കാണുന്ന ഒരു പെണ്ണിൻ്റെ കുഞ്ഞാണി വയറും അതിലെ പൊക്കിൾ ചുഴിയും അതിന് മുകളിലായി കാണുന്ന കുഞ്ഞ് കറുത്ത മറുകും. അതിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ തോന്നലാണെന്നും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അല്ല, എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിച്ചു. അങ്ങനെ എനിക്ക് ബിസിനസ് കാര്യമെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് അച്ഛനോട് അന്നത്തെ ആ രാത്രിയെ പറ്റി പറയുന്നത്. എനിക്ക് ശരിക്കും അതൊരു ഷോക്കായിരുന്നു. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് പോലും ഞാൻ ആശിച്ചു പോയി. കാരണം നിന്നെ കണ്ടെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട കാര്യമാണ്. ഈ ലോകത്ത് ആർക്കെങ്കിലും എൻ്റെ മനസ്സും ശരീരവും സ്വന്തമാകുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈ പെണ്ണിനായിരിക്കും എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സും ശരീരവും മറ്റൊരു പെണ്ണിന് നൽകിയെന്നോർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അന്ന് ആ രാജേഷ് വഴി നിന്നെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അന്ന് അവൻ നിന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നിന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിർത്തി. എന്നാൽ അന്ന് അപ്രതീക്ഷിതമായിട്ട് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അന്ന് എൻ്റെ കൂടെ ആ രാത്രി ഉണ്ടായിരുന്ന നീയാണെന്നും നമ്മുടെ മോളാണ് ആ കുഞ്ഞിപ്പെണ്ണെന്നും. അവിടെ നിന്ന് ഡിസ്ചാർജായ നിങ്ങൾ ലച്ചുവിനോട് പറഞ്ഞ് ഞാൻ എൻ്റെ വില്ലയിലേക്ക് എത്തിച്ചത് എനിക്ക് എന്നും നിങ്ങളെ കണ്ണിറച്ച് കാണാനായിരുന്നു. ഒരിക്കലും നിന്നെയും കുഞ്ഞിപ്പെണ്ണിനെയും കാണാൻ വേണ്ടി രാത്രി ഞാൻ നിങ്ങളുടെ മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു ഈ കുഞ്ഞു മറുക്. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. കാരണം എൻ്റെ പെണ്ണിനെ തന്നെയാണല്ലോ ഞാൻ സ്വപ്നത്തിലും കണ്ടിരുന്നത്. കാശി പറഞ്ഞിരുത്തിയതും നിലയുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞത് ഒരുമിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് അവൻ്റെ മുഖമാകെ അവളുടെ ചുണ്ടുകൾ ഓടി നടന്നു. അതിനനുസരിച്ച് കാശിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിന് നേരെ എത്തിയതും അവൻ അവളെ ഒരു മറിച്ചിൽ തൻ്റെ അടിയിലാക്കി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. ആ ചുംബനം പിന്നീട് അവസാനിച്ചത് അവരുടെ അടുത്തൊരു കൂടിച്ചേരലിലൂടെയാണ്. കിതപ്പോടെ പരസ്പരം പുണർന്നു കിടക്കുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വയ്യ പപ്പ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചു പോകും. എൻ്റെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ കാശി മറ്റവരുടെ കൂടെ പ്രണയം പങ്കിടുന്ന കണ്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി ഞാനിവിടെ നിന്ന് ഞാൻ പോലും അറിയാൻ ഞാൻ അവരെ വല്ലതും ചെയ്തു പോകും. അവിടെ ഞാൻ അങ്ങോട്ട് വരുമോ അപ്പ? പപ്പയുടെ മോള് വിഷമിക്കണ്ട. പപ്പ മോളെ തടയുന്നില്ല, മോളിങ്ങോട്ട് പോന്നു. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം. താങ്ക് യു പപ്പ, ലവ് യു. ലവ് യു ടു ഡിയർ, ടേക്ക് കെയർ. പപ്പയുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം തുഷാര വേഗം കാശിയുടെയും ആകാശിൻ്റെയും ഫോണിലേക്ക് ഒരുപോലെ താൻ അർജന്റായി കാനഡയിലേക്ക് തിരികെ പോവുകയാണെന്ന് മെസ്സേജ് അയച്ചു. അതിനുശേഷം തനിക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുവച്ചിരുന്ന തൻ്റെ ലഗേജുമായി എയർപോർട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഹോട്ടലിൽ നിന്ന് ദ്വാരകയിലേക്ക് എത്തിയിരുന്നു. ആ സമയമാണ് എല്ലാവരും തുഷാര പോയതിനെ പറ്റി അറിഞ്ഞത്. അവൾ ആരോടൊരു വാക്ക് പോലും പറയാതെ പോയതിൽ അവർക്കെല്ലാം വിഷമമായെങ്കിലും ലച്ചുവിന് മാത്രം എന്തോ സമാധാനമാണ് തോന്നിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ദ്വാരകയിലെങ്ങും സന്തോഷത്തിൻ്റെയും പ്രണയത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. കാശി എന്നിലെ ഓരോ ദിവസവും മത്സരിച്ചാണ് പ്രണയിച്ചുകൊണ്ടിരുന്നത്. അതിനൊപ്പം തന്നെ ബാക്കിയുള്ള കപ്പിൾസും. അങ്ങനെയൊക്കെ ഒരു ദിവസം കാശി തനിക്കൽപ്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആകാശിനെയും ജോയലിനെയും ധീരജിനെയും കൂട്ടി അവൻ്റെ വില്ലയിലേക്ക് പോയി. എന്നാൽ അവിടെ എത്തിയിട്ട് അവനൊന്നും പറയാതെ നീണ്ടു കിടക്കുന്ന കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ആകാശ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ പറയേണ്ടത് പറഞ്ഞിട്ട് എന്തോന്നും പറയാൻ നിൽക്കുന്നത്? എനിക്ക് പറയാനുള്ള നിലയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെക്കുറിച്ചാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. ഒപ്പം എല്ലാവരുടെയും മുഖത്ത് അത്ര നേരമുണ്ടായിരുന്ന കളിച്ചിരി മാറി ഗൗരവം സ്ഥാനം പിടിച്ചു. അവരുടെ മരണത്തെക്കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സാധാരണ മരണമല്ലെന്നാ. പിന്നെ ഒരു പ്ലാൻഡ് മർഡർ. അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? എനിക്കൊന്നല്ല, അവരറിയുന്ന ആർക്കും ഇക്കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം മക്കളെ അത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന അച്ഛനമ്മമാരായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയാണ് തന്നെ നമ്മൾ ആരും സംശയിക്കാനാണ് ആളുകളില്ലാത്തത്. അന്ന് മാഷച്ചൻ പറഞ്ഞ് നീ കേട്ടിരുന്നില്ലേ നിലയുടെ അച്ഛൻ്റെ സഹോദരനെ പറ്റി, അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ? നീ പറഞ്ഞു വരുന്നത് അവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണോ? ആവാതിരിക്കാം. അതെന്തെന്നാലും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അടുത്ത ദിവസം തന്നെ നമുക്ക് അവിടെ പോകണം. കുറച്ച് ദിവസം അവിടെ നിൽക്കുകയും വേണം. പോവാം. നീ പറഞ്ഞ പോലെ ഇതൊരു കൊലപാതകമാണെങ്കിൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുക തന്നെ വേണം. നമ്മൾ 4 പേര് മാത്രമാണോ പോകുന്നത്? അല്ല, കൂടെ നിലയും നിതയും ഉണ്ടാവും. ആ ഒരു ഒപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധികാരത്തോടെ അവിടെ കയറി ചെല്ലാൻ പറ്റൂ. കാശി പറയുന്ന കേട്ട് ആകാശിന്റെ മുഖമൊഴികെ ബാക്കി രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞു. അത് ശരിയാളെ നീ പറഞ്ഞ്, അവർ നമുക്കൊപ്പം വേണം. ജോയൽ ചാടിക്കയറി പറഞ്ഞ ആകാശ് അവനെ ചെറഞ്ഞു നോക്കി. എന്തു ശരിയെന്ന്? കാശി, മര്യാദക്ക് ലച്ചുവിനെ കൂടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ വരൂല. അത്ര നേരം ഗൗരവത്തോടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാശിയുടെ മുഖത്ത് ആകാശിന്റെ സംസാരം കേട്ട് പുഞ്ചിരി വിരിഞ്ഞു. എടാ പൊട്ടാവളം നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല.
അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിലയുടെ വീട്. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നോളും. കാശി പറയുന്ന കേട്ടപ്പോഴാണ് ആകാശിന് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അവൻ അബദ്ധം പറ്റിയ പോലെ നാക്കടിച്ച് കാശിയെ നോക്കി. അവനാണെങ്കിൽ ആകാശിനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൂടി കണ്ടത് ആകാശാകെ ചമ്മി നാറി. അവന്റെ ആ നിൽപ്പും ഭാവം കണ്ട് കാശിയും ജോയലും ധീരജും പൊട്ടിച്ചിരിച്ചു പോയി. ചിരിക്കണ്ട പന്നികളെ, ഇപ്പോഴാ മനുഷ്യൻ സ്വസ്ഥമായിട്ടൊന്ന് പ്രേമിച്ചു തുടങ്ങി. ഇത്രനാള് പെണ്ണിന് കണ്ണിനേറെ കണ്ട വഴക്കായിരുന്നു. ഓ, അതിന് നീയൊട്ടും മോശമായിരുന്നില്ലല്ലോ. കാശിയുടെ മറുപടിയിട്ട് ആകാശം നല്ലവണ്ണം അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. അത് കണ്ട് അവർ പിന്നെ അവനെ ഓരോന്നും പറഞ്ഞ് കളിയായിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി അവർ ചിരിയും തമാശയായിട്ടിരുന്നെങ്കിലും അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിലയുടെ നാട്ടിലേക്ക് പോകുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു തീർത്തിട്ടാണ് അവർ തിരികെ വീടുകളിലേക്ക് മടങ്ങിയത്. തിരികെ ദ്വാരകയിലേക്ക് മടങ്ങിയപ്പോൾ തന്നെ കാശി തങ്ങൾ നിലയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ നിലക്കും സഹോദരിമാർക്കും സന്തോഷം തോന്നിയെങ്കിലും ഒപ്പം വല്ലാത്ത വിഷമവും തോന്നി. അതറിഞ്ഞ പോലെ അവരുടെ പാതികൾ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടല്ലോ, എല്ലാവരും പോയി നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒതുക്കാൻ നോക്കിക്കോ. നാളെ രാവിലെ തന്നെ നമ്മളിവിടുന്ന് പുറപ്പെടും. കാശി അവസാന വാക്കെന്നോണം പറഞ്ഞു. പെൺപിള്ളേരെല്ലാം അവരവരുടെ മുറികളിലേക്ക് പോയി. അവർ പോയി കഴിഞ്ഞതും മുതിർന്നവരും ആൺപിള്ളേരും ഹാളിൽ ഒത്തുകൂടി. എന്താ മോനെ ഇപ്പൊ പെട്ടെന്നിങ്ങനെ തീരുമാനം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടച്ചാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിലയുടെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തെക്കുറിച്ച്. അതൊരു സാധാരണ മരണമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമേ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഞാൻ മാഷച്ചനെ കാണാൻ പോയപ്പോഴാണ് എനിക്ക് ആ സംശയം ഒന്നുകൂടി ബലപ്പെട്ടത്. ആ സമയത്ത് പിന്നെ നിളമോടെയും ജോലിന്റെയും മനസ്സമ്മതവും അതിനുശേഷം പിന്നെ അച്ഛൻ്റെയും ധീരജിൻ്റെയൊക്കെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. എനിക്ക് അറിഞ്ഞേ പറ്റൂ എൻ്റെ നിലയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകൾ ആരാണെന്ന്. അതറിഞ്ഞിട്ട് വേണം അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ. എന്തു ചെയ്യുമ്പോൾ സൂക്ഷിക്കണം മോനെ. നിങ്ങൾ ഒറ്റക്കല്ല പോകുന്നത്, കൂടെ അവരും ഉണ്ട്. അവർക്കൊരു പോറൽ പോലും ഏൽക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാ. അതെല്ലാം നോക്കി വേണം നിങ്ങൾ എന്തിനും ഇറങ്ങി പുറപ്പെടാൻ. അറിയാച്ചാ, ഞാൻ അവിടെയെല്ലാം സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് എന്നും ചെയ്യും. എങ്കിൽ പിന്നെ നിങ്ങൾ പോയി നാളേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ മക്കളെ. എല്ലാം നല്ലപടി നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. രഘുറാമിന്റെ ഒപ്പം തന്നെ ആകാശിന്റെ അച്ഛൻ ഹർഷനും ധീരജിന്റെ അച്ഛൻ രാഘവറാമും അവർ പോകുന്നതിനെ സപ്പോർട്ട് ചെയ്തും അവർ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരവരുടെ മുറികളിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ അവർ 2 കാറുകളിലായി നിലയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രയിൽ നിലയുടെ മനസ്സിൽ മുഴുവൻ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകളായിരുന്നു. തങ്ങൾ ഒന്നിച്ച് ചെലവിട്ട സുന്ദര നിമിഷങ്ങൾ ഓർത്തിരിക്കുമ്പോഴാണ് തൻ്റെ കവിളിൽ കുഞ്ഞിക്കൈ പതിച്ചത്. അതോടെ അവൾ ഓർമ്മകളിൽ നിന്നുണർന്ന് തൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് എത്തി. അവളുടെ നോട്ടം കണ്ടതും അത്ര നേരം വാടിയിരുന്ന നിലയുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ തന്നെ അവൾ കാശി നോക്കുമ്പോൾ അവനും കുഞ്ഞിപ്പെണ്ണിനെ പോലെ കണ്ണും വീർപ്പിച്ച് മുഖവും വീർപ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൂടെ കണ്ടതും അവളുടെ ചുണ്ടിലെ ചിരിക്കും മാറ്റുകൂടി. എന്തിനാ രണ്ടുപേരും ഇങ്ങനെ കൂർപ്പിച്ച് നോക്കുന്നത്? പിന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ ഏതോ ലോകത്തുന്നവരെ ഇരിക്കുന്ന നിന്നെ പിന്നെ ഞങ്ങൾ എങ്ങനെയാ നോക്കേണ്ടത്? അല്ലേടാ അച്ചട പൊന്നെ. കാശി ചെറിയൊരു പരിഭവത്തോടെ കുഞ്ഞിപ്പിണിയെ നോക്കി പറയുന്ന കേട്ട് നിലക്കും പുറകിലെ സീറ്റിലിരിക്കുന്ന നിതക്കും നിലക്കും ചിരി പൊട്ടി. അവരുടെ ചിരി കേട്ടതും കാശി മൂന്നിനെയും നോക്കി കണ്ണുരുട്ടി കാണിച്ചതും അവരവനെ നോക്കിയൊന്ന് വിളിച്ചു കാണിച്ചു. അവരുടെ ആ ചിരി കണ്ട് കാശിയും ചിരിച്ചുപോയി. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ അവരവരുടെ ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കിയും തമാശ പറഞ്ഞും ആ യാത്ര സുന്ദരമാക്കി. എന്നാൽ ഇതേ സമയം പുറകിലെ കാറിലുണ്ടായിരുന്ന ജോയലും ധീരജും കാശിയെ നന്നായി സ്മരിക്കുകയായിരുന്നു. അവരുടെ ആ ഇഞ്ചി കടിച്ചുള്ള ഇരിപ്പ് കണ്ട് തൊട്ടപ്പുറത്ത് എന്തോ കോമഡി ഫിലിം കാണുന്ന പോലെ ചിരിച്ചുകൊണ്ട് ആകാശം ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും എന്തൊക്കെയായിരുന്നു, ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ അത്രയും ദൂരം പ്രണയം പങ്കിട്ട് യാത്ര ചെയ്യും, ഭാവി കാര്യങ്ങൾ സംസാരിക്കും, അതുകൊണ്ട് നീ ചൊറിയും കുത്തിയിരിക്കും തുടങ്ങിയ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. എന്നിട്ട് വല്ലതും നടന്നോ? അതുമില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊന്നും നടക്കില്ലെന്ന്. കാരണം കാശിക്കറിയാം നിങ്ങൾ കുറച്ച് സ്പേസ് എന്നാ നിങ്ങളത് ഗ്രൗണ്ട് ആക്കുമെന്ന്. അതാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം ഈ കാറിലേക്ക് തട്ടിയത്. ഇപ്പോഴൊരാശ്വാസമായത്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയേനെ. എൻ്റെ കാശി മുത്താണ്, സ്വത്താണ്. ആകാശി ധീരജിനെയും ജോയലിനെയും നോക്കി ഇളിയോടെ പറഞ്ഞു നിർത്തിയതും അവർ രണ്ടുപേരും അവനെ നോക്കി പല്ലി അടിച്ചു. അത് കണ്ട് അവൻ വീണ്ടും അവരെ നോക്കി ചിരിച്ചു. ഏകദേശം ഉച്ചയോടുകൂടിയാണ് അവർ നിലയുടെ വീട്ടിലേക്ക് എത്തിയത്. കാശി കാർ തങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് നിലയും നീത്തി അവൻ അത്ഭുതത്തോടെ നോക്കി. കാരണം ആ വീട് അവരുടെ കയ്യിൽ നിന്ന് നാരായണൻ എഴുതി വാങ്ങിയതായിരുന്നു. അതിനാൽ തന്നെ തന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴും അവരൊരിക്കലും തങ്ങളുടെ സ്വന്തം വീട്ടിലേക്കാവുമെന്ന് കരുതിയിരുന്നില്ല. മാഷച്ചൻ്റെ ഒപ്പം താമസിച്ച വാടക വീട്ടിലേക്കാവുമെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വീട്ടിൽ കാശിയുടെ കാറ് നിൽക്കുന്ന കണ്ട് അവർ 3 പേരും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. കാശിയേട്ടാ, നമ്മൾ ഇവിടെ? അതൊക്കെ പറയാൻ വേണ്ടേ, ആദ്യം നിങ്ങൾ ഇറങ്ങി. കാശി അവരെല്ലാം ഇറക്കി ലഗേജെല്ലാം പുറത്തു വെച്ച് കാറിൽ ലോക്ക് ചെയ്ത് നിലയും കുഞ്ഞിപ്പിണ്ണിനെയും ചേർത്ത് പിടിച്ച് വീടിന്റെ എൻട്രൻസിന് മുന്നിൽ വന്നിരുന്നു. എന്നാൽ അപ്പോഴേതോ സ്വപ്നലോകത്തിലെന്ന പോലെ തന്റെ വീടിനെ കണ്ണു നിറച്ച് നോക്കിൽക്കുന്ന നിലയെ കണ്ട് അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. എന്താ വിശ്വാസം വരുന്നില്ല എൻ്റെ പെണ്ണിന്? ഞാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നില്ലേ നമ്മൾ പോകുന്നത് നിന്റെ വീട്ടിലേക്കാണെന്ന്. പക്ഷെ ഈ വീട് അന്ന് അയാൾക്ക് എഴുതി കൊടുത്തല്ലേ? അതെൻ്റെ പെണ്ണ് പറഞ്ഞ് ശരിയാ. ഈ വീട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി അന്ന് ആ നാരായണെന്ന് പറയുന്ന ആൾ എഴുതി വാങ്ങിയിരുന്നു. അതിനുശേഷം അയാൾക്ക് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു. പക്ഷേ
അതിപ്പം ഞാനിന്ന് എൻ്റെ പെണ്ണിൻ്റെ അനിയത്തിമാരുടെയും പേരിൽ വാങ്ങി. അതും കൂടി കേട്ട് അവർ 3 പേരും പൊട്ടിക്കരഞ്ഞു പോയി. അവരുടെ കരച്ചിൽ കേട്ട് കാശി ആരെ സമാധാനിപ്പിക്കണമെന്നറിയാതെ കുഴഞ്ഞുപോയി. എന്നാൽ അടുത്ത നിമിഷം തന്റെ അമ്മ കരയുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് അവൾ കരയുന്നതിലും ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. അതോടെ അവർ 3 പേരും കരച്ചിൽ നിർത്തി കുഞ്ഞിപ്പെണ്ണിനെ ചിരിപ്പിക്കാൻ നോക്കി. എന്നാൽ ഇതെല്ലാം കണ്ട് കാശി കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കി. എല്ലാ കള്ളത്തരവുണ്ടല്ലേ അച്ഛയുടെ പൊന്നിന്റെ ഈ കുഞ്ഞ് ശരീരത്തില്. കാശി അത് മനസ്സിൽ വിചാരിച്ച് കുഞ്ഞിപ്പെണ്ണിനെ നോക്കിയതും അവൾ ഇതേ സമയം തന്നെ അവളുടെ അച്ഛനെ നോക്കി പാൽപുഞ്ചിരി തൂവി. പിന്നെ കാശിയുടെ കയ്യിലേക്ക് ചാഞ്ഞു. അവരുടെ അച്ഛനും മോളുമായിട്ടായിരുന്നു പിന്നെ കളി. അത് കണ്ട് നിലക്കുന്ന ഇതൊക്കെ നിളക്ക് അവരുടെ അച്ഛന് ഓർമ്മ വന്നു. എല്ലാവരും ഇവിടെ നിൽക്കാൻ തന്നെയാണോ പ്ലാന്? അകത്തേക്കായിരുന്നില്ലേ? പെട്ടെന്ന് പുറകിൽ നിന്ന് ലച്ചുവിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു ചെറു പുഞ്ചിരിയോടെ തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടന്നു വരുന്ന ലച്ചുവിനെ കണ്ട് അവർ 4 പേരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം തന്നെയാണ് ആകാശിന്റെ കാർ അവിടെ കൊണ്ട് നിർത്തിയത്. അത് കണ്ട് കാശി അവരുടെ കാറിനടുത്തേക്ക് വന്നു. നിങ്ങളിത് എവിടെയായിരുന്നു? ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നല്ലേ? അത് ഫ്രണ്ട് ടയറിന് അല്പം എയറോർ ഉണ്ടായിരുന്നതാണ്. അതൊന്ന് അടിക്കാൻ കയറിയതാ. വാ, നിങ്ങൾ കൂടി വന്നിട്ട് അകത്തേക്ക് കയറാന്ന് കരുതി നിൽക്കുകയായിരുന്നു. കാശി പറയുന്ന കേട്ട് ആകാശും ജോയലും ധീരജും അവരുടെ ലഗേജ് എല്ലാം എടുത്ത് അവന് പുറകെ മുന്നോട്ട് നടന്നു. എല്ലാവരും എത്തിയതും കാശി പോക്കറ്റിൽ നിന്ന് വീടിന്റെ കീ എടുത്ത് നിലയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കയ്യിലേക്ക് വാങ്ങുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് അതിലേക്ക് ഇറ്റി വീണു. നിലമോളെ കരയാതെ, നല്ല സന്തോഷത്തോടെ വേണം നിങ്ങൾ 3 പേര് വീട്ടിലേക്ക് കയറാൻ. അത് കാണാനാവും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. ലച്ചുവിന്റെ അമ്മ സതി നിലക്കരികിൽ വന്ന് അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുന്ന കേട്ട് അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ തന്റെ അനിയത്തി കുട്ടികളെ നോക്കി അവരും കണ്ണുകൾ അമർത്തി തുടച്ച് തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൾ കാശിയെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി സമ്മതം നൽകിയതും അവൾ തന്റെ അനിയത്തിമാരെ ചേർത്ത് പിടിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവർക്ക് പുറകെ ബാക്കിയുള്ളവരും. അച്ഛ എറിഞ്ഞോ? ആ കൃഷ്ണമാഷിനെയും ആദ്യ ടീച്ചർ മക്കൾ തിരികെ വന്നിട്ടുണ്ടെന്ന്. കൂടെ അവിടെ ഭർത്താക്കന്മാരും. അവരവിടെ ആ പഴയ വീട് തിരികെ വാങ്ങി അവിടെയാണ് താമസം എന്നറിഞ്ഞ്. തടിമില്ലിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ഗിരിധർ തന്റെ അച്ഛന്റെ ശത്രുവിന്റെ മക്കൾ തിരികെ എത്തിയ വിവരം അറിഞ്ഞ്. അതിനാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിയെത്തിയതായിരുന്നു അവൻ. എന്നാൽ അപ്പോഴേക്ക് അവന്റെ ചേട്ടനായ യശോധർ നാരായണനെ വിവരം അറിയിച്ചിരുന്നു. ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും വന്നുവല്ലേ? അപ്പം അവർക്ക് ജീവിച്ച് കുതിർന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്തേണ്ട മക്കളെ. നമ്മുടെ തോട്ടത്തിൽ നിന്ന് അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. ഇന്ന് തന്നെ എൻ്റെ സഹോദരൻ്റെ മക്കൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും ഒരു വിരുന്ന് നൽകിയേക്കാം. നാരായണൻ താനിരിക്കുന്ന ചാരിയാസേരിയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. ഒരു കുടിലതയോടെ പറഞ്ഞതും യശോദർ പുഞ്ചിരിയോടെ തോട്ടത്തിലെ പണിക്കാരെ വിളിക്കാൻ ആളെ വിട്ടു. അതെല്ലാം കണ്ട് വന്യമായ ചിരിയോടെ ഗിരിധർ തന്റെ ഫോണിലൂടെ നിലയുടെ ചിത്രത്തിലൂടെ വിരലോടിച്ചു. ഒരിക്കൽ കൈവിട്ടു പോയത് എനിക്ക് നിന്നെ, പക്ഷേ ഇപ്പം നീയായിട്ട് തന്നെ വീണ്ടും എനിക്കരികിലേക്ക് വന്നു. ഇനി എന്തായാലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല. എനിക്ക് വേണം നിന്റെ ഈ സൗന്ദര്യം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ആൺപടകൾ സിറ്റ് ഔട്ടിൽ നിന്ന് പലതരം സംസാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വീടിന് മുമ്പിൽ 2 വണ്ടികൾ വന്ന് നിന്നു. അതിൽ നിന്ന് ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന 5-6 ആളുകളും യശോദർ ഇറങ്ങി ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി. അതുകൊണ്ട് കാശി പുറകിലേക്ക് തിരിഞ്ഞ് അവിടെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ലച്ചുവിന്റെ അച്ഛനോട് വീടിനകത്തേക്കുള്ള വാതിലടക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ടതും അയാൾ വേഗം തന്നെ വാതിലടച്ച് ലോക്ക് ചെയ്തു. അല്ല, ആരൊക്കെ ഈ വന്നിരിക്കുന്നു? വരുമെന്നറിയായിരുന്നു, പക്ഷേ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല. കാശി താൻ ഉടുത്തിരിക്കുന്ന കറുപ്പ് വരെയുള്ള മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് ചുരുട്ടി വെച്ച് താടി ഒഴിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞതും യശോദർ അവനെ നോക്കിയൊരു പൂച്ചച്ചിരി ഇരിച്ചു. അനുസരണക്കേട് കാണിച്ചാൽ പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ചേട്ടന്മാരെ ഞങ്ങൾ അനുസരണം എടുപ്പിക്കാൻ വന്നാണോ? ആകാശം താനെടുത്തിരിക്കുന്ന മുണ്ട് മടക്കി കുത്തി കാശിക്കൊപ്പം ചാടിയിറങ്ങി ചോദിച്ചതും യശോദർ വണ്ടിയിലേക്ക് നോക്കി കൂടെയുള്ളവരുടെ ആയുധമെടുക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അതിനുശേഷം ആകാശിനെ നോക്കി ചിരിച്ചു. അതേടാ, പഠിപ്പിക്കാൻ മാത്രമല്ല, പഠിപ്പിച്ചിവിടെ നിന്ന് നാടെടുത്താൻ കൂടി വന്നാ. അയ്യോ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു തിരിച്ചു പോക്ക് എന്തായാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ വന്ന വഴി തിരിച്ചു പോകാൻ നോക്ക്. ജോയലും ധീരജും ആകാശിനും കാശിക്കൊപ്പം ഇറങ്ങിയെന്ന് പറഞ്ഞു യശോദർ അവരെ ദേഷ്യത്തിൽ നോക്കി. അതുകൊണ്ട് അവർ 4 പേര് അവരെ നോക്കി പുച്ഛി ചിരിച്ചു. അതോടെ യശോദറിന്റെ ദേഷ്യം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. പോയില്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അടിച്ചു തൂക്കി വെളികളയും, അത്രയും ചെയ്യുള്ളൂ. എങ്കിലാന്ന് കാണണല്ലോ, അടിച്ചു കൊള്ള ഈ നായിന്റെ മക്കളെ. യശോദര അടിക്കാൻ പറയാൻ കാത്തുന്ന പോലെ നിന്നിരുന്ന ഗുണ്ടകൾ അയാളുടെ വാക്കുകൾ കേട്ടതും കാശിക്കും കൂട്ടർക്കെതിരെ പാഞ്ഞു വന്നു. പിന്നെ അവിടെ ഒരു 1.5 അടി തന്നെയായിരുന്നു നടന്നിരുന്നത്. കാശിയും ആകാശും ജോയലും ധീരജും കൂടി എല്ലാത്തിനെയും അടിച്ച് നിലംപരിശാക്കി. കൂട്ടത്തിൽ യശോദന്റെ ഒരു കൈയും കാലും ഒടിക്കുകയും ചെയ്തു. അപ്പൊ കിട്ടാനുള്ള എല്ലാവരും ചോദിച്ചു വാങ്ങിയല്ലോ അല്ലേ? ഇനി ആർക്കും കിട്ടാനൊന്നും ബാക്കിയില്ലല്ലോ.
തങ്ങളുടെ അടികൊണ്ട് നിലത്ത് കിടന്ന് ഞെരുങ്ങുന്നവരെ നോക്കി ആകാശി ചോദിച്ചും ആരും ഉത്തരം പറയാനാവാതെ അവിടെ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞു. അതുകൊണ്ട് കാശി മുന്നോട്ട് നടന്ന് യശോദരന്റെ നെഞ്ചിൽ തന്റെ വലതുകാൽ കയറ്റി വെച്ചു. ദേ, ഞാനൊന്ന് ആഞ്ഞു ചവിട്ടിയാ ഈ ജീവൻ ഇപ്പൊ ഈ നിമിഷം ആവിയായി പോവും. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തോടെയാ. ആ ലക്ഷ്യം നടപ്പിലാക്കാൻ നീയൊക്കെ ജീവനോടെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. എന്നിട്ട് പോയി പറ നിന്റെ ആ തന്തയോട്, ഇതുപോലെയുള്ള തുമ്മിയാതിരിക്കുന്ന ഗുണ്ടകളെ പറഞ്ഞുവിട്ട് വിരട്ടിയാൽ ഓടുന്നവന്മാരല്ല കൃഷ്ണമാഷിന്റെ മരുമക്കളെന്ന്, നല്ല നട്ടിലുള്ള ഉശിരുള്ള ആമ്പിള്ളേരാണെന്ന്. അയ്യോ കാശി, നീ ഇങ്ങനെ എഴുന്നേറ്റ് പോകാനൊക്കെ പറഞ്ഞ പാവത്തിന് എഴുന്നേക്കാൻ പറ്റണ്ടേ? കൈയും കാലും ഒടിഞ്ഞ് കിടക്കയില്ലേ? നമുക്കൊന്ന് സഹായിച്ചേക്കാം. പറയലും ആകാശ ആ ഒടിഞ്ഞ കൈ പിടിച്ച് വലിച്ച് യശോദരൻ വന്ന വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി. ബാക്കിയുള്ളവന്മാരെ അതുപോലെ തന്നെ വണ്ടിയിലേക്ക് കയറ്റി. തങ്ങളുടെ ഗാർഡ്സിനോട് അവരെ നാരായണന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടിടാൻ പറഞ്ഞ് അവർ പുറത്തെ പൈപ്പിൽ കൈയും മുഖവും കഴുകി ഒന്നും സംഭവിക്കാത്ത പോലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ അകത്തേക്ക് കയറി കാണുന്നു തങ്ങൾ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെയാണ്. അവരുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ പുറത്തിടന്നെല്ലാം കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനാൽ തന്നെ 4 പേര് അവർ നോക്കി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു. കൊന്നോ? കൊന്നില്ല, ചത്താമതിയൊന്ന് സ്ഥിതിയിലാക്കിയിട്ടുണ്ട്. വെൽഡൺ മൈ ബോയ്. അത്ര നേരം ഗൗരവത്തിൽ നിന്ന് ലച്ചു ആകാശിന്റെ മറുപടി കേട്ട് അവന്റെ പുറത്തെട്ടി അഭിനന്ദിച്ചുകൊണ്ട് അവനെയും കൂട്ടി പുറത്തേക്ക് പോയി. അതിനു പുറകെ തന്നെ നീള ജോയലിനെയും നിത ധീരജിനെയും കൊണ്ടുപോയി. അവരെല്ലാം പോകുന്ന കണ്ട് ലച്ചുവിന്റെ അച്ഛൻ അവരുടെ അമ്മയെ വലിച്ചു കൊണ്ടുപോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കാശി നിലയെ നോക്കി ഒരു കള്ളച്ചിരിച്ചു. അതുകൊണ്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.